കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ സീലിംഗ് അടർന്നു വീണ് 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. മാനന്തവാടി ആലപ്പുഴ സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഗൗരവമേറിയ സംഭവമാണ് ഇത് എന്നും കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലെ തകരാർ അറ്റകുറ്റപ്പണി കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല എന്നും സ്ഥലം സന്ദർശിച്ച K. ജയന്ത് MLA വ്യക്തമാക്കി. കോഴിക്കോട് മാവൂർ റോഡിലെ KSRTC ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ സീലിംഗ് ആണ് 2 യാത്രക്കാർക്ക് മേൽ പതിച്ചത്. ആലപ്പുഴ സ്വദേശി മധു, മാനന്തവാടി സ്വദേശി അജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. ഇരുവരും ബസ് കാത്തിരിക്കുന്നതിനിടെ ജിപ്സം സീലിംഗ് അടർന്നു വീഴുകയായിരുന്നു. നിർമ്മാണത്തിലുണ്ടായ അപാകതയാണ് വ്യക്തമാകുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച MLA K. ജയന്ത് പറഞ്ഞു. KSRTC ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ബിൽഡിങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങളും കുതിർന്നിരിക്കുക. കൃത്യമായ രീതിയിലല്ല ഇത് നിർമ്മിച്ചതെന്നുള്ളത് ഏതാണ്ട് എനിക്ക് ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലാണ്, ഞാനൊരു എഞ്ചിനീയർ ഒന്നുമല്ല, പക്ഷേ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ ഈ ബിൽഡിങ് നല്ല രീതിയിൽ ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്. അത് സ്ട്രക്ചറിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ആളുകളുടെ ജീവന് അപകടകരമാവുന്ന രീതിയിലേക്ക് ഇത് മാറുന്നുണ്ട്. ഇപ്പോൾ എവിടെയൊക്കെ ഇപ്പോൾ മുകളിലെ നിലയിൽ ഇത് പൊളിച്ചു മാറ്റുകയാണ് ഇപ്പോൾ അവർ ഈ ജിപ്സം അപ്പോൾ ഇതെല്ലായിടത്തും ഇത് കുതിർന്ന് ഇത് ആളുകളുടെ തലയിലേക്ക് വീഴുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. മാവൂർ റോഡിലെ KSRTC ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ പേരിൽ നിർമ്മാണഘട്ടം മുതൽ തന്നെ ഏറെ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണ രീതിയും മഴക്കാലത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ചോർച്ചയും എല്ലാം നിരന്തരം ചർച്ചയാകുന്ന വിഷയങ്ങളുമാണ്. അതിനിടെയാണ് കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണ് അപകടവും സംഭവിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.